ദേവേട്ടന്റെ ഈ ഓർക്കില്ലായ്മയുടെ കാര്യം എനിക്കറിയാം. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നു കാണും അല്ലേ? അമ്മ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്തോ. ചുമ തുടങ്ങിയ പിന്നെ ഒരു നൃത്തം കാണില്ല. അതൊക്കെ വർഷ നോക്കിക്കോളും. വർഷയ്ക്ക് അച്ഛമ്മയെ വലിയ ഇഷ്ടമാണല്ലോ. ഈ അവസ്ഥയിൽ എന്റെ മോൾക്ക് അമ്മ അവിടെ നിൽക്കുന്നത് വലിയ ആശ്വാസമായിരിക്കും. അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായിക വന്ന ആ കാര്യം വർഷ നോക്കിക്കോളും. നമ്മളെ അറിയിച്ചില്ലെങ്കിലും വന്ദനമോളെ വിളിച്ചറിയിച്ചിരിക്കും. അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ തീരെ താല്പര്യമില്ലെന്ന ഒടുവിൽ കിട്ടിയ വാർത്ത. വിക്രമിന്റെ വീട് അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയത്രേ. അമ്മയൊന്ന് കാണാൻ കൊതിയാവുന്ന ചന്ദ്രു. നമ്മുടെ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും നടുവില് അമ്മയുടെ ശബ്ദം കേൾക്കുന്നത് ഒരു ബലം തന്നെയാ. അവിടെ വർഷയുടെ കാര്യത്തിലും ബലം അച്ഛമ്മ തന്നെയാ. വർഷയുടെ പ്രസവം കഴിയുന്നത് വരെ അമ്മ അവിടെ തന്നെ നിൽക്കട്ടെ. അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് പോയി അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം. അത് മതി. വർഷമോളുടെ സന്തോഷമല്ലേ നമ്മുടെയും സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് എനിക്കും അമ്മയെ കാണണമെന്ന് തോന്നും. ആ ശകാരിക്കലും സ്നേഹം ഒന്നും നഷ്ടപ്പെടുത്തി കളയാൻ എനിക്കും പറ്റുന്നില്ല. ചന്ദ്രു, നിന്നെ പോലൊരു പെണ്ണിനെ കൂട്ടായി കിട്ടിയതാ എന്റെ ഭാഗ്യം. എന്തുപറ്റി വന്ദന? വന്ദന ഇതുവരെ ഉറങ്ങിയില്ലേ? എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എന്തെങ്കിലും സ്വപ്നം കണ്ടോ? ഇല്ല. വന്ദനെ, നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ആലോചിച്ച് കൂട്ടുന്നോണ്ടാ. അല്ല ജഗൻ, ഇപ്പൊ എന്നെ അച്ഛമ്മ വിളിച്ചിരുന്നു. എന്നിട്ട്? അച്ഛമ്മയ്ക്ക് എന്നോട് എന്തോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അല്ല, അച്ഛമ്മയ്ക്ക് എന്നോടൊന്നും പറയാൻ പറ്റിയില്ല. ആരോ ഫോൺ കട്ടാക്കി കളഞ്ഞതുപോലെ. ജഗ, എനിക്ക് പേടിയാവുന്നു. വന്ദന തിരിച്ചു വിളിച്ചില്ലേ അച്ഛമ്മേ? വിളിച്ചു, പക്ഷെ ആരും ഫോൺ എടുത്തില്ല. വന്ദന വെറുതെ പേടിക്കണ്ട. ഒന്നുകൂടെ അച്ഛമ്മയുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചേ. ഫോൺ കിട്ടുന്നില്ല. ജഗ, ഞാൻ പറഞ്ഞില്ലേ എന്തോ പ്രശ്നമുണ്ട്. വന്ദനെ ഒന്നുമില്ല. എന്നാ വർഷം ഒന്ന് വിളിച്ചു നോക്കാം. തലയ്ക്കടിയേറ്റപ്പോ കേളവി അലറി വിളിച്ചു. ഉറക്കത്തിലായിരുന്ന വർഷ ആ ഒച്ച കെട്ടാണ് പുറത്തേക്ക് വന്നത്. തലയ്ക്കടിയേറ്റ് രക്തത്തെ കുളിച്ചു കിടക്കുന്ന ഈ നശിച്ച കിളവിയെ കണ്ട എന്റെ വർഷയും ബോധം കെട്ട് വീണത്. വർഷയ്ക്ക് വീഴ്ചയിൽ എന്തെങ്കിലും സംഭവിച്ചു കാണോ? ഞാൻ നിരഞ്ജന്റെ കഥ കഴിക്കുന്നത് കണ്ട ഏക ദൃക്സാക്ഷിയാ.
ഈ കിടക്കുന്ന കിളവി അവരെയും കൊല്ലാനുള്ള ശ്രമം പരാജയപ്പെട്ടു. കിളവി ചത്തിട്ടില്ല, കൊലപാതകത്തിന്റെ ദൃക്സാക്ഷിയായി ജീവിച്ചിരിക്കുന്നു. വർഷയുടെ അവസ്ഥ എന്തെന്ന് അറിയാനും വയ്യ. വന്ദനാണല്ലോ. ഏതായാലും നടന്ന കാര്യങ്ങളൊന്നും വന്ദന അറിയാൻ വഴിയില്ല. പിന്നെ എന്തിനാണ് ഈ അസമയത്ത് വന്ദന വർഷയെ വിളിക്കുന്നത്? വർഷ ഫോൺ എടുക്കുന്നില്ലെന്ന് കണ്ട അടുത്ത വിളി അവളെ എന്റെ നമ്പറിൽ വിളിക്കും. അത് വേണ്ട, ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തേക്കാം.